വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാന് മൈക്കിലുണ്ടോ? ഞാൻ തന്നെ അല്ലേ? ഹലോ. ആ, ശംസുദ്ദീൻ ഫൈസി എന്ന് പറഞ്ഞ ആൾ തന്നെയാണോ മൈക്കിലുള്ളത്? അതെ, ആയിക്കോട്ടെ. ബഹുമാനപ്പെട്ട ഷാഫി അൻവരി ഉസ്താദ് ആണ് ഇതിന്റെ മുമ്പ് വന്നത്. കോളേജ് ജീവിതം അല്ല, ഞാനേ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഞാൻ തന്നെയാണോ മൈക്കിലുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു. എന്റെ പേര് അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട ഷാഫി അൻവരി എന്നുള്ളത് നാളത്തോടുകൂടി പൂർത്തിയാക്കാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിലൊക്കെ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ ബഹുമാനപ്പെട്ടവർക്കും നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും തൗഫീക്ക് നൽകട്ടെ. അതിനുശേഷം അവരുടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ 10 അതിലധികമോ വർഷമോ ഒക്കെ നേടിയ ആ ഇൽമ് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിക്കാൻ അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. 12 കൊല്ലാണ്. ഞാൻ 10 കൊല്ലേ ഓതിയിട്ടുള്ളൂ, ദർസിലും കോളേജിലും കേട്ടോ. അതിന്റെ മുമ്പ് വേറെയുള്ളതൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും കുറെ കാലം ഓതിയാൽ കുറെ ഇൽമു കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇഹ്യയിൽ നിന്നുള്ള അസ്റാറു സൗമ് എന്ന അധ്യായത്തിന്റെ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗം മുതൽ, അഥവാ അതിന്റെ ബാക്കിയുള്ളത് കുറച്ച് വായിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചിരുന്നത് فلا بد من بيان شروطه الظاهرة والباطنة بذكر أركانه وسننه وشروطه الباطنة ونبين ذلك بثلاثة فصول എന്നാണ്. അഥവാ നോമ്പ് ഇത്രയൊക്കെ പ്രാധാന്യമുള്ളതും ഇത്രയൊക്കെ മഹത്വമുള്ളതുമാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച്, അതിന്റെ ഷർത്തുകളെക്കുറിച്ച്, ബാഹ്യവും ആന്തരികവുമായ ഷർത്തുകളെക്കുറിച്ച്, അതിന്റെ റുക്നുകളെക്കുറിച്ച്, അതിന്റെ സുന്നത്തുകളെക്കുറിച്ച് ഒക്കെ പറയാതെ നിവൃത്തിയില്ല. ആ കാര്യങ്ങൾ 3 അധ്യായങ്ങളിലായി നാം വിശദീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചു ബഹുമാനപ്പെട്ട ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് ആ 3 ഫസ്ലുകളിൽ നിന്ന്, ഉപ അധ്യായങ്ങളിൽ നിന്ന് ഒന്നാമത്തേതാണ് പിന്നീട് പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ മുതലാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് അൽ ഫസ്ലുൽ അവ്വലു, ഒന്നാം ഉപ അധ്യായം ഫിൽ വാജിബാത്തി വസ്സുനനി അല്ലാഹിറതി വല്ലവാസിമി ബിഇഫ്സാദിഹി എന്നാണ്. അഥവാ നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ പ്രകടമായ സുന്നത്തുകൾ, നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഒന്നാമത്തെ ഫസ്ലിൽ വിശദീകരിക്കുന്നത്. അമ്മൽ വാജിബാത്തുൽ ലാഹിറത്തു ഫസിത്ത, പ്രകടമായ വാജിബാത്തുകൾ 6 അൽ അവ്വലു, ഒന്നാമത്തത് മുറാഖബത്തു അവ്വലി ഷഹ്രി റമളാന, റമളാൻ മാസത്തിന്റെ തുടക്കം നിരീക്ഷിക്കലാകുന്നു. വദാലിക ബിറുഅയത്തിൽ ഹിലാലി, റമളാൻ മാസത്തിന്റെ തുടക്കം ബാലചന്ദ്രനെ കാണൽ കൊണ്ടാകുന്നു. ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള
രാമനും ബാലചന്ദ്രനും എന്ന് പറഞ്ഞ ബാലചന്ദ്രനല്ല, മറിച്ച് മാസപ്പിറവി എന്ന് പറയുന്ന ബാലചന്ദ്രൻ. അഥവാ പുതിയ ഒരു മാസം അതിന്റെ ചന്ദ്രപ്പിറവിയുടെ തുടക്കത്തെക്കുറിച്ചാണ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞത്. ഫഇൻ ഉമ്മ മേഘമുണ്ടായാൽ ഫസ്തിക്മാലു 30 യൗമൻ മിൻ ശഅബാന. റമളാൻ മാസത്തിന്റെ തുടക്കം എങ്ങനെ എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം പറഞ്ഞു ബിറുഅത്തിൽ ഹിലാലി, മാസപ്പിറവി കാണൽ കൊണ്ടാണ്. ഫഇൻ ഉമ്മ, ഇനി മേഘം മൂടപ്പെട്ടാൽ ഫസ്തിക്മാലു 30 യൗമൻ മിൻ ശഅബാന, ശഅബാനിൽ നിന്ന് 30 ദിവസം പൂർത്തീകരിക്കൽ കൊണ്ടാണ് റമളാൻ മാസം ആരംഭിക്കുക. വനാനി ബിർറുയത്തി അൽ ഇൽമ, ഉറപ്പാവുക എന്നാണ് അർത്ഥം. വയഹ്സുലു ദാലിക, മാസം കണ്ടു എന്ന് ഉറപ്പാകൽ, സ്ഥിരപ്പെടൽ സാധ്യമാകുന്നതാണ്, അല്ലെങ്കിൽ അത് ലഭ്യമാകുന്നതാണ് ബിഖൗലി അദലിൻ വാഹിദിൻ, നീതിമാനായ ഒരാൾ സാക്ഷി നിൽക്കൽ കൊണ്ട്, നീതിമാനായ ഒരു സാക്ഷിയുടെ വാക്കുകൊണ്ട്. വലാ യസ്ബുതു ഹിലാലു ശവ്വാലിൻ ഇല്ലാ ബിഖൗലി അദ്ലൈനി, എന്നാൽ ശവ്വാൽ മാസം സ്ഥിരപ്പെടാൻ 2 നീതിമാന്മാർ സാക്ഷി നിൽക്കണം. ഇഹ്തിയാത്തൻ ലിൽ ഇബാദത്തി, അത് ഇബാദത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് ശവ്വാലിന്റെ കാര്യത്തിൽ 2 ആൾ വേണമെന്നും റമളാനിൽ 1 ആൾ സാക്ഷി നിന്നാൽ മതിയെന്നും പറയാൻ കാരണം ശവ്വാലിന്റെ മാസം എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ മുമ്പുള്ളത് റമളാനാണ്. അപ്പൊ റമളാൻ ഇങ്ങനെ നോമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ നോമ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആ വളരെ പ്രധാനപ്പെട്ട ആ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് 2 പേർ സാക്ഷി നിൽക്കണം, എന്നാലേ ശവ്വാൽ മാസം സ്ഥിരപ്പെടുകയുള്ളൂ. എന്നാൽ റമളാൻ മാസം സ്ഥിരപ്പെടാൻ ഒരു നീതിമാനായ ആൾ ഖാദിയുടെ അടുക്കൽ സാക്ഷി നിന്നാൽ മതി. വമൻ സമിയ അദ്ലൻ, നീതിമാനായ ഒരാള് പറയുന്നത് ഒരാൾ കേട്ടു. വസിഖ ബിഖൗലിഹി, അയാളുടെ വാക്ക് ഇയാൾക്ക് വിശ്വാസ്യമാവുകയും ചെയ്തു. സത്യമാണ് പറയുന്നത് എന്ന് ഇയാൾ അവന് നോമ്പ് നിർബന്ധമാണ്. ഒരാൾ മറ്റൊരാളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ റമളാൻ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞു. ഖാദിന്റെ അടുക്കലല്ല, ഒരാൾ മാസപ്പ് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ കേട്ടയാൾ പറഞ്ഞയാളെ വിശ്വസിച്ചു, അഥവാ അയാൾ പറയുന്നത് സത്യമാണെന്ന് ഇയാൾക്ക് വിശ്വാസമായി. വലബ അലാ വന്നിഹി സുദുഖുഹു, അയാൾ സത്യം തന്നെയാണ് പറയുന്നത് എന്ന് ഇയാൾക്ക് ബോധ്യമാവുകയും ചെയ്തു. എന്നാൽ ലസിമഹു സൗമു, ആ കേട്ടയാൾക്കും നോമ്പ് നിർബന്ധമാണ്. ഇത് ഖാദിയുടെ അടുക്കൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടാത്ത സന്ദർഭത്തിലാണ് പറയുന്നത്. ഒരാൾ മറ്റൊരാളോട് വന്ന് പറഞ്ഞു, ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ
ആ പറഞ്ഞ ആള് സത്യമാണ് പറയണത് എന്ന് ബോധ്യപ്പെട്ടു. അയാൾ ആ പറഞ്ഞത് ശരിയാണ്, അയാൾ കളവല്ല പറയുന്നത് എന്നുള്ള വിശ്വാസം ഇയാൾക്കുണ്ടായാൽ, കേട്ടയാൾക്കുണ്ടായാൽ അയാൾക്കും നോമ്പ് നിർബന്ധമാണ്. وإن لم يقل القاضي به അതുകൊണ്ട് വിധിച്ചിട്ടില്ലെങ്കിലും ശരി, വിധിച്ചില്ല, കാളിക്ക് ഇയാളെ ബോധ്യപ്പെട്ടില്ല. പക്ഷെ ഈ കേട്ടയാൾക്ക്, നേരത്തെ പറഞ്ഞ ആൾക്ക് ബോധ്യപ്പെട്ടു. എന്നാൽ അയാൾക്ക് നിർബന്ധമാണ് താളി വിധിക്കണമെങ്കിൽ താളിക്ക് പറഞ്ഞ ആള് സത്യമാണ് പറയുന്നത്, ഇയാൾ നീതിമാനാണ് എന്നൊക്കെ ബോധ്യപ്പെടണം. എന്നാലേ കാലിക്ക് വിധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ നാട്ടിലൊക്കെ ഉണ്ടായ പാണക്കാട് കാളുമാരും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സമസ്തയുടെ മഹാരഥന്മാരായ നേതാക്കളുമൊക്കെ ചില സമയങ്ങളിൽ കാളിമാര് പറഞ്ഞിട്ടും ഉറപ്പിക്കാതിരുന്നത്. കാരണം കാളിക്ക് ബോധ്യപ്പെടണം ഇയാള് സത്യമാണ് പറയണത് എന്ന് ബോധ്യപ്പെടണം. കാളിക്ക് സംശയം തോന്നിയാൽ കാളിക്ക് വിശ്വസിക്കേണ്ടതില്ല. അയാള കണ്ടു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആള് സത്യമാണ് പറയുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും മർഹല ഹലോ, അസ്സലാമു അലൈക്കും. ഞാനൊന്ന് DC ആയി അല്ലേ? ഒന്ന് DC ആയി, വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇദാ റുഇയൽ ഹിലാലു ബി ബൽദത്തിൻ വലം യുറ ബി ഉഖറ, ഒരു പ്രദേശത്ത് മാസപ്പിറവി കാണപ്പെടുകയും മറ്റൊരു പ്രദേശത്ത് കാണപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ വകാന ബൈനഹുമാ അഖല്ലു മിൻ മർഹലതൈനി, ആ രണ്ടു രാജ്യങ്ങൾക്ക് രണ്ടു പ്രദേശങ്ങൾക്കും ഇടയിൽ രണ്ടു മർഹലയേക്കാൾ കുറഞ്ഞ ദൂരം ഉണ്ടാവുകയും ചെയ്താൽ, അഥവാ
ജമ്മും ഖസുറും അനുവദിക്കപ്പെടുന്ന വിദൂരമേ ആ രണ്ടു രാജ്യങ്ങൾക്ക്, രണ്ടു പ്രദേശങ്ങൾക്കിടയിലുള്ളൂ. എന്നാൽ വജബ സൗമു അലൽ കുല്ലി, ആ രണ്ടു പ്രദേശത്തും ഉള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമാകുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് റമദാൻ മാസപ്പിറവി കണ്ടു, അതിന്റെ അടുത്ത പ്രദേശത്ത് കണ്ടില്ല. എന്നാൽ നോക്കേണ്ടത് ആ രണ്ടു രാജ്യങ്ങൾക്കിടയിൽ എത്രയാണ്, ആ രണ്ടു നാടിനിടയിൽ, രണ്ടു പ്രദേശങ്ങൾക്കിടയിൽ എത്ര ദൂരമുണ്ട്. ജമ്മും ഖസുറും അനുവദിക്കപ്പെടുന്ന രണ്ടു മർഹല ദൂരമാണോ ഉള്ളത്, അതിൽ കുറവാണോ എങ്കിൽ, രണ്ടു മർഹലയിൽ കുറവാണ് എങ്കിൽ രണ്ടു പ്രദേശത്തുകാർക്കും നോമ്പ് നിർബന്ധമാണ്. രണ്ടു മർഹലയോ അതിൽ കൂടുതലോ ആണ് എങ്കിൽ കാണപ്പെടാത്ത പ്രദേശത്ത് നോമ്പ് നിർബന്ധമായിട്ടില്ല. അപ്പോൾ ഒരു പ്രദേശത്ത് മാസം കണ്ടത് അടുത്ത പ്രദേശത്ത് പരിഗണിക്കപ്പെടാൻ വേണ്ടത് ആ രണ്ടു പ്രദേശങ്ങൾക്കുമിടയിൽ ജമ്മും ഖസുറും അനുവദിക്കപ്പെടുന്ന 132 കിലോമീറ്റർ, 132 കിലോമീറ്ററിനേക്കാൾ കുറഞ്ഞ ദൂരമായിരിക്കണം ഉണ്ടാകേണ്ടത്. 132 അതിൽ കൂടുതലോ കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള അകലം 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആണെങ്കിൽ അടുത്ത പ്രദേശത്ത് നിർബന്ധമാകില്ല. എവിടെയാണോ മാസപ്പിറവി കണ്ടത് അവിടെ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. വഇൻ കാന അക്സറ കാന ലികുല്ലി ബൽദത്തിൻ ഹുക്മുഹ, രണ്ടു മർഹലയേക്കാൾ കൂടുതൽ ദൂരമുണ്ടെങ്കിൽ ആ രണ്ടു നാട്ടിനും അതിൻ്റെതായ വിധികളാണുണ്ടാവുക. ഒന്നിന്റെ വിധി, ഒരു നാട്ടിന്റെ വിധി അടുത്ത നാട്ടിലേക്ക് ബാധകമാവുകയില്ല. എന്നാൽ രണ്ടു മർഹലയേക്കാൾ കുറഞ്ഞ ദൂരമേ ഉള്ളൂ എങ്കിൽ എവിടെയാണോ മാസം കണ്ടത് അവിടുത്തെ ഹുക്മ തന്നെയാണ് അടുത്ത നാട്ടിലും ഉണ്ടാവുക. ഒന്നാമത്തത്, 6 കാര്യങ്ങളിൽ ഒന്നാമത്തത് റമളാൻ മാസപ്പിറവി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, നിരീക്ഷിക്കുക. പിന്നെ മാസപ്പിറവി സ്ഥിരപ്പെടുന്ന കാര്യങ്ങളും പറഞ്ഞു. അസാനി, രണ്ടാമത്തത് അന്നിയ്യത്തു, നോമ്പുകാരന് നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നിയ്യത്തു, രണ്ടാമത്തത് നിയ്യത്താണ്. വലാ ബുദ്ദലി കുല്ലി ലൈലത്തിൻ നിയ്യത്തിൻ മുബയ്യത്തത്തിൻ, ഓരോ രാത്രിക്കും വലാ ബുദ്ദലി കുല്ലി ലൈലത്തിൻ മിൻ നിയ്യ, ഓരോ രാത്രിയും വേറെ വേറെ നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് തന്നെ മുബയ്യത്തത്തിൻ, രാത്രിയിൽ തന്നെ സംഭവിച്ചതായിരിക്കണം. നിയ്യത്ത് രാത്രി തന്നെ ചെയ്യണം. തബീത്തുൻ നിയ്യ, ഫർള് നോമ്പിന് നിർബന്ധമാണ് രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. മുഅയ്യനത്തിൻ, നോമ്പിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും ആയിരിക്കണം. അഥവാ ഫർള് നോമ്പാണ്, നാളത്തെ നോമ്പാണ്, റമളാനിലെ നോമ്പാണ് എന്നിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തഅയീൻ ചെയ്തിട്ട് തന്നെ നിയ്യത്ത് ചെയ്യണം. അപ്പൊ റമളാനിലെ നാളത്തെ ഫർള് നോമ്പ് എന്ന് അതിൽ തഅയീൻ ചെയ്ത് പറയേണ്ടതുണ്ട്, വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. ഫലൗ നവ,
യസൂമ ശഹ്റ റമളാന ദഫ്അതൻ വാഹിദതൻ ലം യക്ഫിഹി. റമളാൻ മാസത്തിൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നു എന്ന് ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് നിയ്യത്ത് ചെയ്താൽ അത് മതിയാകുന്നതല്ല. വഹുവല്ലദീ അനൈനാ ബിഖൗലിനാ കുല്ല ലൈലത്തിൻ, അതാണ് കുല്ല ലൈലത്തിൻ എന്ന പദം കൊണ്ട് നാം ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോ രാത്രിയിലും വെവ്വേറെ നിയ്യത്ത് ചെയ്യണം. വലൗ നവാ ബിന്നഹാരി, ഒരാൾ പകലിൽ നിയ്യത്ത് ചെയ്താൽ ലം യജ്സിഹി സൗമ റമളാന, റമളാനിലെ നോമ്പിന് അത് മതിയാവുകയില്ല. വലാ സൗമൽ ഫർളി, ഫർള് നോമ്പിനും മതിയാവുകയില്ല. ഇല്ല തതവ്വ, സുന്നത്ത് നോമ്പിനൊഴികെ. അപ്പൊ സുന്നത്ത് നോമ്പിനാണെങ്കിൽ പകലിൽ നിയ്യത്ത് ചെയ്താൽ മതി, അഥവാ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. വഹുവല്ലദീ അനൈനാ ബിഖൗലിനാ മുബയ്യിതതൻ, അതാണ് മുബയ്യിതതൻ എന്ന് നാം പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്, അഥവാ രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യണം എന്ന്. വലൗ നവസ്സൗമ മുത്ലഖൻ, ഒരാള് നോമ്പ് എന്ന് മാത്രമാണ് കരുതിയത്, നോമ്പ് നോൽക്കാൻ കരുതി എന്ന് പറഞ്ഞു. അവിൽ ഫർള, അല്ലെങ്കിൽ ഫർള് നോമ്പ് എന്ന് കരുതി മുത്ലഖൻ. ഏത് ഫർള് എന്ന് പറഞ്ഞില്ല. നിരുപാധികം ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്നോ അല്ലെങ്കിൽ ഫർള് നോമ്പ് നോൽക്കാൻ കരുതി എന്നോ ഒരാൾ നിയ്യത്ത് ചെയ്താൽ ലം യജ്സിഹി, അതും മതിയാകില്ല. ഹത്താ യൻവിയ ഫരീളത്തുല്ലാഹി അസ്സ വജല്ല സൗമ റമളാൻ, സൗമ റമളാൻ. അപ്പോ ഫർള് നോമ്പ്, റമളാനിലെ നോമ്പിന് നിയ്യത്ത് ചെയ്യുമ്പോ നാളത്തെ ഫർള് നോമ്പ് ഞാൻ കരുതി എന്ന് കരുതിയാൽ പോരാ, നാളത്തെ ഫർള് നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് കരുതിയാൽ പോരാ. റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ ഫർള് നോമ്പ് എന്ന് തന്നെ കരുതണം. വലൗ നവാ ലൈലത്ത് ഷക്കി, ഷക്കിന്റെ രാത്രിയിൽ ഒരാൾ കരുതിയാൽ, നിയ്യത്ത് ചെയ്താൽ, അൻ യസൂമ ഗദൻ, നാളെ നോമ്പ് നോൽക്കുമെന്ന്, ഇൻ കാന മിൻ റമളാന, റമളാനിൽ പെട്ടതാണെങ്കിൽ. ഷക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ശഅബാൻ 30 രാത്രിയിൽ ആളുകൾ മാസപ്പിറവി കണ്ടതായി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഖാളിയുടെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടിട്ടും ഇല്ല. ആ ദിവസത്തെക്കുറിച്ചാണ് യൗമുഷക്ക് എന്ന് പറയാം. അപ്പൊ അതിന്റെ രാത്രിയിൽ, അഥവാ അതിന്റെ തലേ രാത്രി, യൗമുഷക്ക് എന്ന് പറഞ്ഞാൽ ശഅബാൻ 30 പകൽ ആളുകൾ പറയുന്നുണ്ട് റമളാൻ മാസം കണ്ടു എന്നുള്ള സംസാരം ഇങ്ങനെ ആളുകൾക്കിടയിലുണ്ട്, എന്നാൽ ഖാളിന്റെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ദിവസത്തെക്കുറിച്ചാണ് യൗമുഷക്ക് എന്ന് പറയാം. യൗമുഷക്കിന്റെ രാത്രിയിൽ ഒരാൾ നിയ്യത്ത് ചെയ്തു, നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് കരുതിയാൽ, എന്ന് നിയ്യത്ത് ചെയ്താൽ ലം യജ്സിഹി, അതവന് മതിയാവുകയില്ല. ഫഇന്നഹാ ലൈസത്ത് ജാസിമ, കാരണം അത് ഉറപ്പായിട്ടില്ല. ഉറപ്പാകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയ്യത്ത് ചെയ്യുന്ന കാര്യത്തിൽ. ഇവിടെ ഉറപ്പില്ല. ഇല്ല അൻ തസ്തനിദ നിയ്യത്തഹു ഇലാ ഖൗലി ഷാഹിദിൻ ആദിലിൻ, ഒരു നീതിമാനായ സാക്ഷിയുടെ വാക്കിലേക്ക് അവന്റെ നിയ്യത്തിനെ അവൻ അവലംബിച്ചാലൊഴികെ. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കിതാബിന്റെ തുടക്കത്തിൽ നീതിമാനായ ഒരാൾ അവനോട് പറഞ്ഞു ഞാൻ റമളാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ അയാളെ ഇവൻ, അങ്ങനെ ഒരാൾ
അവനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു നീതിമാനായ സാക്ഷി അവനോട് പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസം കണ്ടതായിട്ട്. പക്ഷെ ഖാദിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള രാത്രി അവൻ പറഞ്ഞു, നാളെ റമദാൻ ആണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ അതിന് അങ്ങനെ റമദാൻ ആവുകയും ചെയ്താൽ ആ നിയ്യത്ത് കൊണ്ട് ആ റമദാൻ അഥവാ ആ പകലിലെ നോമ്പ് അവന് മതിയാകുന്നതാണ്. പിറ്റേ ദിവസത്തെ നോമ്പിന് ഈ നിയ്യത്ത് മതിയാകുന്നതാണ്. കാരണം അവിടെ കേവലം അവൻ സംശയത്തിന്റെ മേലിലല്ല നിയ്യത്ത് ചെയ്തത്, മറിച്ച് ഒരു നീതിമാനായ സാക്ഷി അവന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു നാളെ റമദാനാണ് എന്ന കാര്യത്തിൽ. അതിന്റെ മേൽ ഉറപ്പിച്ചിട്ടാണ്, അതിന്റെ മേൽ അവലംബമാക്കിയിട്ടാണ് അവൻ പറഞ്ഞത് നാളെ റമദാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കും എന്നവൻ നിയ്യത്ത് ചെയ്തത്. അതുകൊണ്ട് അവിടെ നീതിമാനായ ഒരു സാക്ഷിയുടെ ഖൗലിന്റെ മേൽ അവലംബമാക്കിയതുകൊണ്ട് അതിന് വിരോധമില്ല. അഥവാ ആ നിയ്യത്ത് കൊണ്ട് അവന് നോമ്പ് നോൽക്കാവുന്നതാണ്. പിന്നീട് അത് ഖളാ വീട്ടേണ്ടതില്ല. വഹ്തിമാലു ഗലത്തിൽ അദ്ലി ഔ കദിബുഹു ലാ യുബ്തിലുൽ ജസ്മ. അപ്പൊ അവിടെ ഒരു സംശയം, ഈ മാസം കണ്ടു എന്ന് പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയതാകില്ലേ, അല്ലെങ്കിൽ അവൻ കളവ് പറഞ്ഞതാകാലോ, അങ്ങനെയൊക്കെയുള്ള സംശയം അത് ഉറപ്പിനെ പൊളിച്ചുകളയില്ല. അഥവാ ഇവന് ഉറപ്പാണ് ഇയാൾ പറയണത്, ഇവന് വിശ്വാസമായിട്ടുണ്ട് ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന്. അപ്പൊ പിന്നെ അവിടെ ഒരു സാധ്യത പറയാണ്, അവന് തെറ്റുപറ്റിയതാകാലോ അല്ലെങ്കിൽ അവൻ പറയുന്നത് കളവാകാലോ. ആ സാധ്യതക്ക് അവിടെ വിലയൊന്നുമില്ല. കാരണം ഒരു ജസ്മിനെ ശക്ക് പൊളിച്ചു കളയില്ല എന്നത് ഫിഖ്ഹിലെ അടിസ്ഥാനപരമായ നിയമമാകുന്നു. ഉസൂലുൽ ഫിഖ്ഹിലെ ജസ്മിനാണ് എപ്പോഴും, അഥവാ ഉറപ്പിനാണ് എപ്പോഴും സ്ഥാനം. അതെല്ലാ കാര്യങ്ങളിലും നമ്മൾ പറയലുണ്ട്. അപ്പൊ ഷക്കിന്റെ ദിവസം നിയ്യത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. വലൗ നവാ ലൈലത്ത ഷക്കി അൻ യസൂമ ഗദൻ ഇൻ കാന മിൻ റമളാന ലം യജ്സിഹി. ഷക്കിന്റെ രാത്രിയിൽ അഥവാ ശഅബാൻ 30ന്റെ രാത്രിയിൽ, അതിന്റെ തലേ രാത്രി ഒരാൾ നിയ്യത്ത് ചെയ്തു, നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ അത് മതിയാകില്ല എന്ന് പറഞ്ഞു. കാരണം അവനവിടെ ഉറപ്പില്ല എന്നുള്ളതാണ് പ്രശ്നം. നാളെ റമളാനാണെങ്കിൽ എന്നൊരു സംശയമുണ്ട് അവിടെ. നിയ്യത്ത് എപ്പോഴും ഉറപ്പായിട്ടേ പറ്റുള്ളൂ. എന്നാൽ ഇല്ലാ അൻ തസ്തനിദ നിയ്യത്തുഹു ഇലാ ഖൗലി ഷാഹിദിൻ അദലിൻ, നീതിമാനായ ഒരു സാക്ഷിയുടെ വാക്കിലേക്ക് അവന്റെ നിയ്യത്തിനെ അവൻ അവലംബമാക്കിയാലൊഴികെ അങ്ങനെയാകുമ്പോൾ അത് മതിയാകും. അഥവാ നീതിമാനായ ഒരാൾ അവന്റെ അടുക്കൽ സാക്ഷി നിന്നു, നാളെ റമളാൻ മാസമാണ്, ഞാൻ മാസപ്പിറവി കണ്ടു എന്നവനോട് പറഞ്ഞു, അവൻ അയാളെ വിശ്വാസമായി, എന്നാൽ അയാൾ നോമ്പ് നോൽക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ ഒരാൾ ഇവിടെ പറഞ്ഞതിനോട് അവന്റെ നിയ്യത്തിനെ ചേർത്തു. അപ്പോ അയാൾ പറഞ്ഞതനുസരിച്ച് നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് കൊണ്ട് അവന് ആ നോമ്പ് മതിയാകുന്നതാണ്, അല്ലെങ്കിൽ ആ നോമ്പിന് ഈ നിയ്യത്ത് മതിയാകുന്നതാണ്. അങ്ങനെ ഒരു നീതിമാനായ സാക്ഷി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇസ്തിസ്ഹാബി ഹാലിൻ കശ്ശക്കി ഫിൽ ലൈലത്തിൽ അഖീറത്തി മിൻ റമളാന.
റമളാന്റെ അവസാനത്തെ രാത്രിയിൽ അവൻ നിയ്യത്ത് ചെയ്തു, നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു, ഞാൻ നോമ്പ് നാളെ അവൻ അവൈത്തു സൗമഗദിൻ ഇൻ കാന മിൻ റമളാൻ. റമളാന്റെ അവസാനത്തെ രാത്രിയിലാണ്. അവസാനത്തെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ 29 കഴിഞ്ഞിട്ടുള്ള രാത്രി. ആ രാത്രിയിൽ ഒരാള് നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് മതിയാകുന്നതാണ്. കാരണം അവിടെ അവൻ ഉണ്ടായിരുന്നത് റമളാനിലാണ്, ഒരു ഉറപ്പുള്ള അവസ്ഥയിലാണ് അവൻ ഉള്ളത്. സംശയത്തിന് അവിടെ 2ാം സ്ഥാനേ ഉള്ളൂ. തുടക്കത്തിൽ അങ്ങനെയല്ല, അവൻ നോമ്പില്ലാത്ത കാലത്താണുള്ളത്. അതുകൊണ്ട് സംശയത്തിനാണ് കൂടുതൽ ബലം. അതുകൊണ്ട് യൗമുശക്കിന്റെ ലൈലത്തുശക്കിൽ ഒരാൾ അങ്ങനെ സാക്ഷികളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാലുമോ നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് പറ്റില്ല. എന്നാൽ റമളാന്റെ അവസാനത്തെ രാത്രിയിൽ അങ്ങനെ ഒരാൾ നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്ത് മതിയാകുന്നതാണ്. കാരണം അവൻ നിലവിലുള്ള അവസ്ഥ റമളാനിലാകുന്നു എന്നതാണ് കാരണം. ഫദാലിക ലാ യംനഉ ജസ്മ നിയ്യത്തി, അത് നിയ്യത്തിന്റെ ഉറപ്പിന് തടസ്സമാവുകയില്ല. ഔ യസ്തനിദ ഇലാ ഇജ്തിഹാദിൻ, അല്ലെങ്കിൽ അവന്റെ സ്വയം ഇജ്തിഹാദിലേക്ക് ചേർത്താൽ, അതിനെ ഇജ്തിഹാദിനെ അവലംബമാക്കിയാലും ഒഴികെ. അതെങ്ങനെയാ ഇജ്തിഹാദിനെ, സ്വന്തം ഇജ്തിഹാദിനെ അവലംബമാക്കൽ? കൽ മഹബൂസി ഫിൽ മത്മൂറത്തി, ഒരു കുഴിയിൽ, ഒരു തുരങ്കത്തിൽ ബന്ദിയാക്കപ്പെട്ടവനെ പോലെ. ഒരു തുരങ്കത്തിൽ അവനെ ബന്ദിയാക്കിയിരിക്കുകയാണ്. അവന് മാസം കാണാനൊന്നുള്ള അവസ്ഥയില്ല, മുകളിലേക്ക് കാണൂല, മാസം നോക്കാൻ അവന് സാധ്യതയില്ല. കാരണം അവനൊരു കുഴിക്കുള്ളിൽ അവനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയായാൽ അവൻ സ്വയം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആ നിയ്യത്ത് ചെയ്താൽ അതും മതിയാകുന്നതാണ്. ഇദാ ഗലബ അലാ ദന്നിഹി ദുഖൂല റമളാൻ ബിജ്തിഹാദിഹി, അവന്റെ സ്വയം ഇജ്തിഹാദ് കൊണ്ട് റമളാനിന്റെ ആഗമനം അവന് ഉറപ്പായാൽ, റമളാനിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവന് ഗലബത്തുല്ലന്നുണ്ടായാൽ, അഥവാ അവന് ഉറപ്പുണ്ടായാൽ. ഫശക്കുഹു ലാ യംനഉഹു മിനൻ നിയ്യത്തി, അവിടെ അവന് സംശയം ജനിക്കുക എന്നുള്ളത് അവന്റെ നിയ്യത്തിന് തടസ്സമാവുകയില്ല. വമഹ്മാ കാന ശാക്കൻ ലൈലത്തുശക്കി, ലൈലത്തുശക്കിൽ അവന് സംശയമുണ്ടാകുന്നിടത്തോളം കാലം, ലൈലത്തുശക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ശഅബാൻ 30ന്റെ പകൽ. ആളുകൾ പറയുന്നുണ്ട് റമളാൻ മാസം കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ ജനസംസാരമുണ്ട്. ഖാളിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതായിട്ട് അറിവില്ല. ആ ദിവസമാണ് യൗമുശക്ക്, അതിന്റെ തലേ രാത്രിയാണ് ലൈലത്തുശക്ക്. ലൈലത്തുശക്കിൽ അവൻ ഉറപ്പില്ല നാളെ റമളാനാണ് എന്ന്. ഉറപ്പുണ്ടാകാവുന്ന ഒരവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ വിശ്വസ്തനായ ഒരാൾ അവനോട് പറഞ്ഞു ഞാൻ റമളാൻ മാസം കണ്ടു എന്ന്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ വിശ്വാസ്യമായതിന്റെ പേരിൽ അവന് നോമ്പ് നിർബന്ധമാണ്. അങ്ങനെ വിശ്വാസ്യമായ ഒരാൾ പറഞ്ഞതൊന്നുമില്ല, ഇവൻ സംശയത്തിൽ തന്നെയാണ് എല്ലാവരെയും പോലെ. എന്നാൽ അന്ന് നിയ്യത്ത് ചെയ്താൽ, അഥവാ നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ആ നിയ്യത്തിന് പ്രസക്തിയില്ല. കാരണം അവിടെ അവന്റെ നിയ്യത്തിന് ജസ്മില്ല, ഉറപ്പില്ല എന്നുള്ളതാണ്. കേവലം നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, മനസ്സിൽ ഉറപ്പ് വേണം. ഫഇന്ന നിയ്യത മഹല്ലുഹൽ ഖൽബു, കാരണം നിയ്യത്തിന്റെ മഹല്ല്
സ്ഥാനം ഹൃദയമാണ്. വലാ യതസവ്വറു ഫീഹി ജസ്മുൽ ഖസ്ദി മഅശ്ശക്കി, ഇവിടെ ഉറപ്പ് വരിക എന്നുള്ളത് സാധ്യമല്ല. ഒരു വിഷയത്തിൽ സംശയവും ഉറപ്പും കൂടെ ഹൃദയത്തിൽ ഉണ്ടാവൂല. അപ്പൊ സംശയം വന്നാൽ പിന്നെ അവിടെ ഉറപ്പില്ല. അതുകൊണ്ട് ആ നിയ്യത്ത് സാധുവാകുന്നതല്ല. കമാ ലൗ ഖാല ഫീ വസ്തി റമളാന, റമളാന്റെ മധ്യത്തിൽ ഒരാൾ പറഞ്ഞു, റമളാന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ റമളാൻ തുടങ്ങിയതിന് ശേഷം എന്നായാലും, അസൂമു വദൻ ഇൻ കാന മിൻ റമളാന, ഞാൻ നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നൊരാൾ നിയ്യത്ത് ചെയ്തു. റമളാൻ തുടങ്ങിയതിന്റെ ശേഷമാണ്. ഫഇന്ന ദാലിക ലാ യളുറുഹു, അതിന് കുഴപ്പമില്ല. കാരണം അന്നഹു തർദീദു ലഫ്ളിൻ, അത് കേവലം വാക്കിലുള്ള സംശയമാണ്. അത് മനസ്സിലേക്ക് ഇറങ്ങിയ സംശയമല്ല. അവന്റെ വാക്കിൽ മാത്രമാണ് ഇവിടെ സംശയം പ്രകടമാകുന്നത്. നിയ്യത്തിന്റെ മഹല്ല് ഖൽബാണ്. ഇവിടെ ഖൽബിൽ അവന് സംശയമല്ല. കാരണം അവൻ റമളാനിന്റെ ഇടയിലാണുള്ളത്. വമഹല്ലു നിയ്യത്തി ലാ യുതസവ്വറു ഫീഹി തറദ്ദുദുൻ, നിയ്യത്തിന്റെ മഹല്ലാകുന്ന ഖൽബിൽ സംശയം എന്നുള്ളത് ഒരിക്കലും തസവ്വുറാകുന്ന കാര്യമല്ല, അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. കാരണം ഇവിടെ ബൽഹു ഖാത്തിഉൻ ലിഅന്നഹു മിൻ റമളാന, അത് റമളാനിൽ പെട്ട ദിവസമാണ് എന്നോന് ഉറപ്പാണ്. കാരണം റമളാന്റെ ഇടയിലുള്ളത്. റമളാൻ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ഒക്കെ ആയപ്പോൾ ഒരാൾ പറഞ്ഞു, നാളെ റമളാനാണെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുകയാണ്, നാളെ റമളാനാണെങ്കിൽ നാളത്തെ റമളാനിലെ നോമ്പ് ഞാൻ നോറ്റുകൂട്ടാൻ കരുതി എന്ന് ഒരാൾ നിയ്യത്ത് ചെയ്താൽ അവിടെയും വാക്കിൽ സംശയമുണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആ സംശയത്തിന് വിലയില്ല. കാരണം ഹൃദയമാണ് നിയ്യത്തിന്റെ മഹല്ല്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയലല്ല, കരുതലാണ്. അതുകൊണ്ട് ഇവിടെ അവന്റെ മനസ്സിൽ അവൻ ഉറപ്പാണ് ഇത് റമളാനിൽപ്പെട്ടത് തന്നെയാണ് എന്ന്. അതുകൊണ്ട് ആ വാക്കിൽ നമുക്ക് പ്രകടമായി തോന്നുന്ന സംശയത്തിന് വിലയില്ല, അതിന് പ്രസക്തിയില്ല. ഒമന്നവ ലൈലൻ, ഒരാൾ രാത്രിയിൽ നിയ്യത്ത് ചെയ്തു നാളെ നോമ്പ് നോൽക്കും എന്ന്. സുമ്മ അകല, പിന്നെ അവൻ ഭക്ഷണം കഴിച്ചു. എന്നാൽ ലം തുഫ്സിദ് നിയ്യതഹു, അതവന്റെ നെയ്യത്തിനെ ഫസാദാക്കില്ല. അപ്പൊ നെയ്യത്ത് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുക പോലുള്ള നോമ്പ് മുറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതുകൊണ്ട് നെയ്യത്തിന് തകരാറ് സംഭവിക്കില്ല, അഥവാ നെയ്യത്ത് മടക്കേണ്ടതില്ല എന്ന് ചുരുക്കം. എന്നാൽ വലൗ നവത് ഇംറഅത്തുൻ ഫിൽ ഹൈളി, ഹൈലുകാരിയായ ഒരു പെണ്ണ് നിയ്യത്ത് ചെയ്തു നാളെ നോമ്പ് നോൽക്കുമെന്ന്. സുമ്മ തഹുറത്ത് ഖബലൽ ഫജ്രി, പിന്നെ ഫജ്റിന്റെ മുമ്പ് അവൾ ഹൈലിൽ നിന്ന് ശുദ്ധിയാവുകയും ചെയ്തു. എന്നാൽ സ്വഹ സൗമുഹ, അവളുടെ നോമ്പ് സാധുവാകുന്നതാണ്. അവൾ നിയ്യത്ത് ചെയ്തിരുന്ന സമയത്തിൽ അവൾ നോമ്പിന് പറ്റുന്ന അവസ്ഥയിലല്ലെങ്കിൽ പോലും അവൾ കരുതിയത് നാളത്തെ നോമ്പ് എന്നാണ്. ആ നാളെ എന്നുള്ളത് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അവൾ നോമ്പിന് അർഹയായിട്ടും ഉണ്ട്, നോമ്പ് നോൽക്കാൻ പറ്റുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് സാധുവാകുന്നതാണ്. അപ്പൊ നിയ്യത്ത് ചെയ്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കുക പോലുള്ള നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാലും നെയ്യത്തിന് തകരാറുണ്ടാകില്ല, അഥവാ നെയ്യത്ത് മടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഹൈലുകാരിയായിരിക്കെ നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുന്നു, നാളത്തെ ഇക്കൊല്ലത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ ഫർള് നോമ്പ് ഞാൻ അല്ലാഹുവിന് നോൽക്കാൻ കരുതി എന്ന് ഒരു പെണ്ണ് നിയ്യത്ത് ചെയ്തു.
എന്നിട്ട് ഫജ്റിന്റെ മുമ്പ് അവൾ ഹൈലിൽ നിന്ന് ശുദ്ധിയാവുകയും ചെയ്താൽ ആ നിയ്യത്ത് കൊണ്ട് തന്നെ അവൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. കാരണം അവൾ നോമ്പ് നോൽക്കാനുള്ള സമയത്തിന്റെ മുമ്പേ അവൾ ഹൈലിൽ നിന്ന് ശുദ്ധിയായിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് നിയ്യത്തിന്റെ കാര്യമാണ്. അസ്സാലിസു മൂന്നാമത്തത് അൽ ഇംസാകു അൻ ഈസ്അലി ശൈഇൻ ഇലൽ ജൗഫി. അൽ ഇംസാകു അൻ ഈസ്അലി ശൈഇൻ ഇലൽ ജൗഫി അംദൻ, മനഃപൂർവം അവന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു ചേരുന്നതിനെ തൊട്ട് പിടിച്ചു നിൽക്കലാണ്. അഥവാ അവന്റെ അറിവോടുകൂടി പുറത്തുനിന്നുള്ള ഒരു വസ്തു അവന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ്. അൽ ഇംസാകു അൻ ഈസ്വാലി ഷൈഇൻ ഇലൽ ജൗഫി അംദൻ, മനഃപൂർവം ഉള്ള് എന്ന് പറയുന്നതിലേക്ക്, ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക്. ഉൾഭാഗം ഏതാണ് എന്ന് പിന്നീട് വിശദീകരിക്കും. അപ്പൊ ശരീരത്തിന്റെ ഉൾഭാഗത്തിലേക്ക് ഏതെങ്കിലും ഒരു വസ്തു ചേരുന്നതിനെ തൊട്ട് ഇംസാക്ക് ചെയ്യുക, പിടിച്ചു നിൽക്കുക. അഥവാ അതിനെ പുറത്തുനിന്ന് ഒരു വസ്തുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക. മഅ ദിക്രി സൗമി, നോമ്പുകാരനാണ് എന്ന ഓർമ്മയോടുകൂടി. ഫയഫ്സിദു സൗമഹു, അപ്പോൾ അവന്റെ നോമ്പ്, അല്ലെങ്കിൽ ഫയഫ്സിദു സൗമുഹു, അവന്റെ നോമ്പ് ഫസാദാകുന്നതാണ്. ബിൽ അക്ലി, തിന്നൽ കൊണ്ട്, വശുർബി, കുടിക്കൽ കൊണ്ടും, വസ്സൂത്തി, മരുന്ന്, മൂക്കിൽ മരുന്നിറ്റിക്കൽ കൊണ്ടും, വൽ ഹിഖ്നതി, ഹിഖ്നത്ത് കൊണ്ടും. ഹിഖ്നത്തിന് പുതിയ അറബിയിൽ ഇഞ്ചക്ഷൻ എന്ന് അർത്ഥം പറയാറുണ്ട്. എന്നാൽ എല്ലാ ഇഞ്ചക്ഷനും ഈ പരിധിയിൽ വരുന്നതല്ല, അത് വിശദീകരിക്കണം. അപ്പൊ തിന്നൽ കൊണ്ട് നോമ്പുമുറിയും, കുടിക്കൽ കൊണ്ട് നോമ്പുമുറിയും, മൂക്കിൽ മരുന്നിറ്റിക്കൽ കൊണ്ട് നോമ്പുമുറിയും, വൽ ഹിഖ്നതി, ഹിഖ്നത്ത് കൊണ്ടും നോമ്പുമുറിയും. ഹിഖ്നത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്മുൻ മിനൽ ഇഹ്തിഖാനി കൽ ഫിർഖത്തി മിനൽ ഇഫ്തിറാഖി ثم أطلقت على ما يتداوى به. ഇഹ്തഖന എന്ന് പറഞ്ഞാൽ ഔസല ദവാഅ ഇലാ ബാതുനിഹി മിൻ മഖ്റജിഹി ബിൽ ഹിഖ്നതി, മരുന്നിനെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള ഏതെങ്കിലും ഉപകരണം കൊണ്ട് ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് മരുന്നിനെ ചേർക്കുന്നതിനാണ് ഹിഖ്നത്ത് എന്ന് പറയുക. ഇഹ്തഖന എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല ഭാഷയിൽ ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫിഖ്ഹിൽ നോമ്പ് മുറിയുന്ന ഇഞ്ചക്ഷൻ ഔസല ദവാഅ ഇലാ ബാതുനിഹി മിൻ മഖ്റജിഹി ബിൽ ഹിഖ്നതി, പുറത്തുനിന്ന് ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് ഏതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് മരുന്നിനെ പ്രവേശിപ്പിക്കലാണ്. അതിനാണ് ഹിഖ്നത്ത് അല്ലെങ്കിൽ ഇഹ്തിഖാൻ എന്നൊക്കെ പറയുക. അങ്ങനെ ഉള്ള് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇന്ന് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് പ്രവേശിപ്പിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയും.
എന്നാൽ ഉള്ള് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഇഹ്തിഖാനും, അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ ഹിഖ്നത്ത് എന്നതിന് ഇഞ്ചക്ഷൻ എന്നർത്ഥം പറഞ്ഞാൽ എല്ലാ ഇഞ്ചക്ഷനും നോമ്പ് മുറിയുന്നതല്ല. വലാ യുഫ്സിദു ബിൽ ഫസ്ദി, കൊത്തിവെക്കൽ കൊണ്ട് നോമ്പ് മുറിയില്ല. വൽ ഹിജാമത്തി, കൊമ്പുവെക്കൽ കൊണ്ടും നോമ്പ് മുറിയില്ല. വൽ ഇക്തിഹാലി, സുറുമയിടൽ കൊണ്ടും നോമ്പ് മുറിയില്ല. വ ഇദ്ഖാലിൽ മീലി, ചെവിയിലോ അല്ലെങ്കിൽ മൂത്രനാളത്തിലോ സുറുമക്കോല് പ്രവേശിപ്പിച്ചാലും നോമ്പ് മുറിയില്ല. ഇല്ല യുഖ്തിറ ഫീഹി മാ യബ്ലുഗുൽ മസാനത, അവന്റെ മൂത്രം നിൽക്കുന്ന ഭാഗത്തേക്ക് അഥവാ മൂത്രാശയത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും അതിൽ ഇറ്റിച്ചാലൊഴികെ. അപ്പൊ മൂത്രാശയത്തിലേക്ക്, അല്ലെങ്കിൽ അവന്റെ മൂത്രാശയം എന്ന് പറഞ്ഞാൽ അവന്റെ യൂറിൻ ബ്ലാഡറിലേക്ക് എത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു മരുന്നോ വെള്ളമോ മറ്റോ അതിലൂടെ ഇറ്റിച്ചാൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ. അല്ലാതെ മൂത്രനാളത്തിന്റെ തലപ്പത്ത് ഒരു സിറിഞ്ച് പ്രവേശിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സുറുമക്കോല് പ്രവേശിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ചെവിയുടെ തുടക്കത്തിൽ സുറുമക്കോല് അല്ലെങ്കിൽ ഈർക്കിളി, അതും അല്ലെങ്കിൽ ബഡ്സ് പോലുള്ളതൊക്കെ പ്രവേശിപ്പിച്ചാലും നോമ്പ് മുറിയില്ല. എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്. വമാ യസ്ലു ബിഗൈരി ഖസ്ദിൻ മിൻ ഗുബാരി തരീഖി, വഴിയിലുള്ള പൊടിയിൽ നിന്നും അവൻ അറിയാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടും നോമ്പ് മുറിയില്ല. ഇപ്പോ പ്രത്യേകിച്ച് GCCയിലൊക്കെ നല്ല പൊടിക്കാറ്റുണ്ടാവും. അപ്പൊ അവങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയപ്പോ അവന്റെ ചെവി കൂടെയോ മൂക്കു കൂടെയോ ഒക്കെ അങ്ങനെ പൊടി ഉള്ളിലേക്ക് കയറി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. പൊടി സത്യത്തിൽ തടിയുള്ളത് തന്നെയാണ്. അവനത് കടക്കുന്നത് അറിയുന്നുണ്ട്, പക്ഷെ അവൻ മനഃപൂർവ്വം കടത്തിവിട്ടതല്ല. കാറ്റിങ്ങനെ അടിച്ച് അവന്റെ ഉള്ളിലേക്ക് പൊടി കടക്കുന്നത് അവന് തോന്നുന്നുണ്ട്, പക്ഷേ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അവ വിഭാപത്തിൽ, അല്ലെങ്കിൽ ഒരു ഈച്ചയുണ്ട് കടന്നു, അവങ്ങനെ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ നടന്നുപോയപ്പോഴോ മറ്റോ ഒരു ഈച്ച അവന്റെ ഏതെങ്കിലും ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടന്നു. തസ്ബിഖുല ജൗഫിഹി, അത് അവന്റെ ഉള്ളിലേക്ക് അങ്ങനെയാണ്ട് പോയി, അവൻ അറിയാതെ പെട്ടെന്നാണ്ട് ഉള്ളിലേക്ക് കടന്നു. ഔ മാ യസ്ബിഖുല ജൗഫിഹി ഫിൽ മൽമലത്തി, അല്ലെങ്കിൽ അവൻ വായിൽ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളാണ്ട് ഇറങ്ങിപ്പോയി. ഫലാ യുഫ്തിറു, അതുകൊണ്ടും നോമ്പ് മുറിയില്ല. ഇല്ലാ ഇദാ ബാലഗ ഫിൽ മൽമലത്തി, കൊപ്പിളിക്കുന്ന കാര്യത്തിൽ അവൻ അമിതമാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോ നോമ്പ് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ലോണം വായിൽ കുറച്ച് വെള്ളമിട്ടിട്ട് ഇങ്ങനെ കളകളാക്കിക്കൊണ്ട് നിന്നതാണെങ്കിൽ, അമിതമായി കൊപ്പിളിച്ചിട്ടാണ് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോയതെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്.
സാധാരണഗതിയിൽ കൊപ്പിളിച്ചപ്പോ അറിയാതെ ഒരു ലേശം ഉള്ളിലേക്ക് പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കാരണം അവിടെ അവൻ കുറ്റക്കാരനല്ല. എന്നാൽ അമിതമായി ചെയ്തപ്പോഴാണ് പോയത് എങ്കിൽ ചിലയിടത്തൊക്കെ കാണാൻ 3 പ്രാവശ്യമാണ് സുന്നത്തുള്ളത്. ആ 3 പ്രാവശ്യം സാധാരണഗതിയിൽ അവൻ കൊപ്പിളിച്ചു, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനി 4ാമതൊരു പ്രാവശ്യമോടെ കൊപ്പിളിച്ചു, അപ്പൊ ഇറങ്ങിപ്പോയി, എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. 3 പ്രാവശ്യം തന്നെ സാധാരണത്തിൽ കവിഞ്ഞ് അവൻ വായിൽ വെള്ളം ഇങ്ങനെ ഇട്ട് മൗത്ത് വാഷ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കളകളാന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയതാണെങ്കിൽ അതുകൊണ്ടും നോമ്പ് മുറിയും. ഫയഫ്തിറു, അപ്പൊ മുബാലഗത്ത് കാണിച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെങ്കിൽ അത് നോമ്പിനെ മുറിക്കുന്നതാണ്. ലിഅന്നഹു മുഖസ്സിറുൻ, കാരണം അവൻ അവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. വഹുവല്ലദീ അറദ്നാ ബിഖൗലിനാ അംദൻ, അതാണ് തുടക്കത്തിൽ അൽ ഇംസാഖു അൻ ഈസാലി ഷൈഇൻ ഇലൽ ജൗഫി അംദൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അംദൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത് അവന്റെ അറിവോടുകൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അംദൻ എന്നതുകൊണ്ട് നാം ഉദ്ദേശിച്ചത്. ഫഅമ്മാ ദിക്റു സൗമി, അപ്പോൾ ഇവിടെ നോമ്പിനെ ഓർമ്മയുള്ളതോടുകൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോമ്പിന് ഓർമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫറദ്നാ ബിഹി അൽ ഇഹ്തിറാസ അനിൻ നാസി, മറന്നുകൊണ്ടാണ് ഒരാള് ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത്, നോമ്പുകാരനാണ് എന്ന് മറന്നുകൊണ്ടാ. എന്നാൽ ഫഇന്നഹു ലാ യുഫ്തിറു, അത് നോമ്പുകാരനാണ് എന്ന് മറന്ന അവസ്ഥയിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്താൽ നോമ്പ് മുറിയുന്നതല്ല. അമ്മാ മൻ അകല ആമിദൻ ഫീ തൂലിൻ നഹാരി സുമ്മ ളഹറ ലഹു അന്നഹു അകല നഹാറൻ ബിത്തഹ്ഖീഖി ഫഅലൈഹിൽ ഖളാഉ. ഫീ തൂലിൻ നഹാരി അല്ല, ഫീ ത്വറഫൈൻ നഹാരിയാണ്. തൂലിൻ നഹാറല്ല, ഫീ ത്വറഫൈൻ നഹാരി എന്നാണ്. അമ്മാ മൻ അകല ആമിദൻ ഫീ ത്വറഫൈൻ നഹാരി ثم ظهر له أنه أكل نهارا بالتحقيق فعليه. സുബഹിന്റെ സമയത്ത്, സുബഹി ആകുന്നതിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മഗ്രിബ് ആകുന്ന സമയത്ത്, മഗ്രിബ് ആകുന്നതിന്റെ തൊട്ട് മുമ്പ് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ثم ظهر له أنه أكل نهارا, പിന്നെ അവന് മനസ്സിലായി അവൻ തിന്നിരുന്നത് സുബഹിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയം ആകുന്നതിന്റെ മുമ്പാണ് അവൻ തിന്നത് എന്നവന് പിന്നീട് മനസ്സിലായി. അവൻ തിന്നപ്പോൾ അവൻ വിചാരിച്ചത് സുബഹി ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ മഗ്രിബ് ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചാണ് തിന്നത്. പക്ഷെ പിന്നീട് അവന് ബോധ്യമായി അവൻ തിന്നിരുന്നത് പകൽ സമയത്താണ്, അഥവാ സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ രൂപത്തിൽ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പാണ് അവൻ തിന്നത് എന്ന് പിന്നെ അവൻ ഉറപ്പായി. എന്നാ ഫഅലൈഹിൽ ഖളാഉ, അവൻ ഖളാ വീട്ടണം. റമളാൻ കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസം അവൻ ആ നോമ്പ് നോറ്റ് വീട്ടണം. فإن بقي على حكم ظنه واجتهاده فلا قضاء عليه. ഇനി അവൻ അവന്റെ
അവന്റെ ഭാവന അവൻ രാത്രിയിൽ തന്നെയാണ് തിന്നത്, അഥവാ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പാണ് എന്ന ധാരണയിൽ തന്നെയാണ് അവനുള്ളത്. അതുതന്നെയാണ് അവന്റെ ഉറപ്പ്. അവന്റെ ഇജ്തിഹാദ് അനുസരിച്ച് അവൻ രാത്രിയിൽ തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ന ഫലാ ഖലാ അലൈഹി, അവൻ ഖലാ വീട്ടേണ്ടതില്ല. ഇജ്തിഹാദ് എന്നൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ബാങ്ക് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ തിന്നാണ്ട് ഇജ്തിഹാദ് ഉണ്ടാക്കാൻ പാടില്ല. ഈ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ സമയമായതിന്റെ മറ്റു വ്യക്തമായ അടയാളങ്ങളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചില ആൾക്കാർ പറയലുണ്ട്, മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതൊക്കെ തിന്ന, ആദ്യം പറഞ്ഞു വായയിലുള്ളതൊക്കെ തിന്നാണ്, പിന്നെ പറഞ്ഞു കയ്യിലുള്ളത് തിന്നാണ്, പിന്നെ പറഞ്ഞു പാത്രത്തിലുള്ളത് തിന്നാണ്. അങ്ങനെ തിന്ന്. അപ്പോഴാണ് പണ്ട് നാട്ടുവസ്താദ് ചോദിച്ചത്, എന്നാ പിന്നെ ആ ചെമ്പിന് മുന്നിൽ വെച്ച് അങ്ങനെ തിന്നാൻ തുടങ്ങിയാൽ മതിയല്ലോ. ചോറ് വെച്ച ചെമ്പിന് മുന്നിൽ വെച്ച് അങ്ങനെ തിന്നാ പിന്നെ ചെമ്പിലുള്ളത് കഴിയൂലല്ലോ. അപ്പൊ അങ്ങനെയല്ല, ആ ഇജ്തിഹാദല്ല പറഞ്ഞത്. സമയമായി എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റു ദലീലുകളൊന്നും ഇല്ലാത്ത സമയത്ത് അവന്റെ വലപത്തും തന്നെ മികച്ച ഭാവന ഇപ്പോഴും രാത്രിയാണ് എന്നുള്ളത് തന്നെയാണ്. മറ്റു ദലീലുകളൊന്നും അവന് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തിന്നൽ കൊണ്ട് അവൻ പിന്നീട് അതിനെ ഖലാ വീട്ടേണ്ടതില്ല. വലാ യൻബഗി അൻ യഅ്കുല ഫീ തറഫൈ നഹാരി ഇല്ലാ ബിളന്നിൻ വജ്തിഹാദിൻ, സമയമായിട്ടില്ല അഥവാ സുബ്ഹി ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളവൻ മാത്രമേ സുബ്ഹിന്റെ തൊട്ടു മുമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പായവൻ മാത്രമേ ഭക്ഷണം കഴിച്ചു തുടങ്ങാൻ പാടുള്ളൂ. പകലിന്റെ രണ്ട് അറ്റങ്ങളിലും ഭക്ഷണം കഴിക്കുന്നവർക്ക് അവൻ പകലിലല്ല എന്നുള്ള ഗലബത്തുല്ലന് ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളിലേക്ക് ഒരു വസ്തു പ്രവേശിക്കുക എന്നതിനെ തൊട്ട്, പ്രവേശിപ്പിക്കുന്നതിനെ തൊട്ട് പിടിച്ചു നിൽക്കുക, ഇംസാക്ക് ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് റമളാൻ മാസപ്പിറവിയെ നിരീക്ഷിക്കുക, അത് ഉറപ്പാക്കുക. രണ്ടാമത്തത് നിയ്യത്ത് ചെയ്യുക, അത് രാത്രിയിൽ തന്നെ ആകുക. നിയ്യത്ത് ചെയ്യേണ്ടത് ഈ കൊല്ലത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് എന്ന് തന്നെ ചെയ്യണം. അത്രയും കാര്യങ്ങൾ അതിൽ നിർബന്ധമാണ്. ഈ കൊല്ലത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് ഞാൻ നോറ്റുകൂട്ടുന്നു അള്ളാഹുവിന് വേണ്ടി. അപ്പൊ ഞാന് ഈ കൊല്ലത്തെ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് ഞാൻ നോറ്റുകൂട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം, അത് നിർബന്ധ. നാലാമത്തത് അൽ ഇംസാക്കു അനിൽ ജിമായി, ജിമാഇനെ തൊട്ട് പിടിച്ചു നിൽക്കുക. വഹദ്ദുഹു, ഈ ജിമാഅ് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പരിധി. ബി തഗ്യീബിൽ ഹശ്വത്തി, ലിംഗത്തിന്റെ അഗ്രഭാഗം മറയുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നോമ്പ് മുറിയാൻ എത്ര സംഭവിച്ചാൽ മതി? അവന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം അഥവാ ചേലാകർമ്മം ചെയ്യുന്ന ആ ഭാഗം, ആ തൊലിയുടെ മുരട് വരെയുള്ള ഭാഗം പെണ്ണിന്റെ ഫർജിൽ മറയുക എന്നുള്ളതാണ് ഇവിടെ ജിമാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം കൂടെ നടന്നോളണം എന്നില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ തുടക്കം ഇത്ര ആയിട്ടുണ്ടെങ്കിൽ, അഥവാ അവന്റെ
ചേലാകർമ്മം ചെയ്യുന്ന ആ ലിംഗാഗ്ര ചർമ്മത്തിന്റെ മുരട് വരെയുള്ള ഭാഗം പെണ്ണിന്റെ ഫർജിൽ മറയുക എന്നുള്ളതാണ്, പ്രവേശിക്കുക എന്നുള്ളതാണ് ജിമാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും ഭാഗം പെണ്ണിന്റെ ഫർജിൽ പ്രവേശിച്ചാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിനെ തൊട്ട് ശ്രദ്ധിക്കുക. വൈൻ ജാമാ നാസിയൻ ലം യുഫ്തിർ, നോമ്പായിരുന്നോന്ന് മറന്നുകൊണ്ട് ഒരാള് ജിമാഅ് ചെയ്തു, എന്നാല് അവന്റെ നോമ്പ് മുറിയുന്നതല്ല. പണ്ടാരോ പറഞ്ഞ പോലെ വല്ലാതെ ആഗ്രഹം തോന്നിയപ്പോ നോമ്പാന്നുള്ള കാര്യമാണ്, മനഃപൂർവ്വം മറക്കരുത്. മറക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നോമ്പാണ് എന്ന വിഷയം ഓർമ്മയുള്ളതോടുകൂടിയാണ് ഈ പറഞ്ഞ അത്രയും സംഭവിച്ചാൽ നോമ്പ് മുറിയുമെന്ന് പറഞ്ഞത്. നോമ്പാന്ന കാര്യം ഓർമ്മയില്ലായിരുന്നു, അങ്ങനെയാണ് ജിമാഅ് ചെയ്തത് എങ്കിൽ അത് മുഴുവൻ ഇൻസാല് വരെ ചെയ്താലും നോമ്പ് മുറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ വഇൻ ജാമാ ലൈലൻ, ഒരാൾ രാത്രി ജിമാഅ് ചെയ്തു, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവ ഇഹ്തലമ, അല്ലെങ്കിൽ അവന് സ്ഖലനമുണ്ടായി, സ്ഖലിച്ചു, ഉറക്കത്തിലോ ഉണർച്ചയിലോ സ്ഖലിച്ചു. ഫാസ്ബഹ ജുനുബൻ, രാത്രിയിൽ ഒരാൾക്ക് സ്ഖലനുണ്ടായി, ഉറങ്ങിയപ്പോഴേക്കൊള്ളുന്നില്ല, ഉണർച്ചയിലായാലും മതി. ഫാസ്ബഹ ജുനുബൻ, അങ്ങനെ അവൻ ജനാബത്തുകാരനായി നേരം വെളുത്താൽ, അഥവാ ഫജറിന്റെ സമയത്ത് അവൻ ഉണർന്നപ്പോ അവൻ ജനാബത്തുകാരനാ, എന്നാലും യുഫ്തിർ, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അപ്പൊ രാത്രി സമയത്ത് ഒരാൾ ജിമാഅ് ചെയ്താൽ സുബഹിക്ക് മുമ്പ് കുളിക്കൽ നിർബന്ധമില്ല നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറഞ്ഞത്. നോമ്പിന്റെ സാധുതക്ക് അത് തടസ്സമാകില്ല. അതുപോലെ തന്നെ രാത്രി ഒരാൾക്ക് സ്ഖലനമുണ്ടായി, എന്നാലും സുബഹിക്ക് മുമ്പ് കുളിച്ചില്ല എന്ന് വെച്ച് നോമ്പിന് അതുകൊണ്ട് തകരാറൊന്നുമില്ല. എന്നാൽ സുബഹിക്ക് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്, മാത്രമല്ല ഫജ്ർ നിസ്കാരത്തിന് വേണ്ടി കുളിക്കൽ നിർബന്ധമുണ്ട്. അതൊക്കെ വേറെ കാര്യം. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നം ഇല്ല. ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്, ഇൻ തലഅൽ ഫജ്റു, ഇനി സുബഹിന്റെ സമയമായി, വഹു മുഖാലിത്തുൻ അഹ്ലഹു, അവൻ അവന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് വാങ്കൊടുത്തത്, സുബഹി വാങ്കൊടുത്തത്. നഫനസഅ, അവൻ അപ്പോൾ തന്നെ അവന്റെ ലിംഗത്തെ ഊരിയെടുത്തു. ഫനസഅ ഫിൽ ഹാലി, വാങ്ക് കേട്ടപ്പോൾ തന്നെ, സുബഹിന്റെ സമയം ആയി എന്ന് ഉറപ്പായപ്പോൾ തന്നെ അവൻ ജിമായിൽ നിന്ന് വിരമിച്ചു, അവന്റെ ലിംഗത്തെ ഊരിയെടുത്തു. എന്നാൽ സ്വഹ സൗമുഹു, അവന്റെ നോമ്പ് സാധുവാകുന്നതാണ്. വഇൻ സ്വബറ ഫഇൻ സ്വബറ, അവൻ അവിടെ ഇങ്ങനെ ക്ഷമിച്ച് നിന്നു, അഥവാ ഇങ്ങോട്ട് ഊരിയില്ല, ഇങ്ങോട്ട് എടുക്കാൻ തോന്നിയില്ല, അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ചെയ്യാകും. വലസിമത്തുൽ കഫാറത്തു, അവന് കഫാറത്ത് നിർബന്ധമാവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ പച്ചയായി പറയുന്നത് ഇബാദത്തുകളുടെ സാധുത കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടാവും. അത് വിശദീകരിക്കുന്നത് ആ വിഷയത്തിൽ താല്പര്യമുണ്ടായതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ആവേശമുണ്ടായതിന്റെ പേരിലല്ല, മറിച്ച് നമ്മുടെ ഇബാദത്തുകളുടെ സാധുതയെ ബാധിക്കുന്ന കാര്യം ആയതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു അൻസാരിയത്തായ പെണ്ണ് വന്ന്
അല്പം പഞ്ഞി ഉയർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂലെ, എന്റെ ഗുഹ്യഭാഗത്ത് ഞാൻ വെച്ചിരുന്ന പഞ്ഞിയാണിത്, ഇപ്പൊ തന്നെ ഈ നിറാണ് അതിൽ നിന്ന് പുറത്തു വരുന്ന ദ്രാവകത്തിനുള്ളത്, ഞാൻ നിസ്കരിക്കണമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ആ പെണ്ണിനെ പെട്ടെന്ന് പിടിച്ചു മാറ്റി, അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെയൊക്കെ പറയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹയാഓടുകൂടി ആയിഷാ ബീവി അവരെ പിടിച്ച് പെട്ടെന്ന് വലിച്ചൂന. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവര് പറഞ്ഞു കൊടുത്തത്, അവര് ചോദിക്കട്ടെ ആയിഷ, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങനെ ചോദിക്കുന്നത് ആവശ്യമാണ് എന്ന് പറയുകയും ആ ചോദിച്ച പെണ്ണിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിക്കുകയും ചെയ്തു. അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാ. ഇത്തരത്തിലുള്ള ഭൗതിക കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നല്ലോ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബാദത്തിന്റെ സാധുത, അതിൽ കണിശതയുള്ളതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. അൽ ഖാമിസു, അഞ്ചാമത്തത്, അൽ ഇംസാഖു അനിൽ ഇസ്തിംനാഇ, ഇസ്തിംനാഇനെ തൊട്ട് പിടിച്ചു നിൽക്കലാണ്, അഥവാ ഇസ്തിംനാ ചെയ്യാതിരിക്കൽ. ഇസ്തിംനാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനീ പുറപ്പെടുവിക്കൽ എന്നാണ്, സ്ഖലിപ്പിക്കൽ എന്നാണ്. വഹുവ ശുക്ലം പുറപ്പെടുവിക്കൽ. ഇഖ്റാജുൽ മനീ, അത് മനീ പുറപ്പെടുവിക്കലാണ്, ഖസ്തൻ മനഃപൂർവം. ബിജിമായിൻ, ഒന്നുകിൽ ജിമാവ് കൊണ്ടോ ബിഗൈരി ജിമായിൻ, അല്ലെങ്കിൽ ജിമാവില്ലാതെ. ഒന്നുകിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് പിന്നെ മനീ പുറപ്പെടുവിക്കുക, അതിന് സാധാരണഗതിയിൽ ജിമാവ് എന്ന് പറയും. ഇസ്തിംനാന് മാത്രം പറയൽ സാധാരണഗതിയിൽ ജിമാ അല്ലാത്ത മാർഗങ്ങളിലൂടെ മനീ പുറപ്പെടുവിക്കുന്നതിനാണ്. ഫഇന്ന ദാലിക യുഫ്തിറു, അത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. വലാ യുഫ്തിറു ബിഖുബലത്തി സൗജത്തിഹി, ആ സ്വയം ഭോഗം എന്ന് പറഞ്ഞ് സ്വയം ആയിക്കൊള്ളുന്നില്ല, വേറെ ആളായാലും മതി. ഇസ്തിംനാ എന്ന് പറഞ്ഞാൽ സ്വയം ഭോഗം എന്ന് മാത്രമല്ല, തന്റെ ഭാര്യ ചെയ്തു തന്നാലും മറ്റൊരാൾ ചെയ്തു തന്നാലും ഒക്കെ ഇവിടെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതിനൊക്കെ ഇസ്തിംനാ തന്നെയാണ് പറയാം, ആര് ചെയ്താലും. സ്വയം ഭോഗം എന്ന് പറയുമ്പോൾ അത് വളരെ ചുരുങ്ങും, അത് മാത്രമല്ല അതിന്റെ ഉദ്ദേശ്യം. ഫഇന്ന ദാലിക യുഫ്തിറു, അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. വലാ യുഫ്തിറു ബിഖുബലത്തി സൗജത്തിഹി, അവന്റെ ഭാര്യയെ ചുംബിക്കൽ കൊണ്ട് നോമ്പ് മുറിയില്ല. വലാ ബിമുലാജാതിഹ, അവളുടെ അടുത്ത് കിടക്കലുകൊണ്ടും നോമ്പ് മുറിയില്ല. മാലം യൻസിൽ, ഇന്ദ്രിയം സ്ഖലിക്കാത്തിടത്തോളം കാലം. അപ്പോ അത് നോമ്പ് മുറിയോ മുറിയിലേ എന്നുള്ള കാര്യം മാത്രം ഇവിടെ പറയുന്നത്. നോമ്പ് മുറിയുന്ന കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാമോ ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചാൽ ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് പിന്നീട് പറയും. ഇതൊരു വിരോധമില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയിലാനാണ് ഇവിടെ അർത്ഥമുള്ളൂ. വലാ യുഫ്തിറു ബിഖുബലത്തിൻ, വലാ യുഫ്തിറു എന്നാണ്, നോമ്പ് മുറിയില ബിഖുബലത്തി സൗജത്തിഹി, ഭാര്യയെ ചുംബിക്കൽ കൊണ്ട്. വലാ ബിമുലാജാതിഹ, ഭാര്യയുടെ അടുത്ത് കൂടെ കിടക്കുന്നത് കൊണ്ടും നോമ്പ് മുറിയില്ല. മാലം യൻസിൽ, അവന് ഇന്ദ്രിയം സ്ഖലിക്കാത്തിടത്തോളം കാലം. ലാകിൻ യുക്റഹു, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യൽ കറാഹത്താണ്. ഭാര്യയെ നോമ്പുകാരനായിരിക്കെ ചുംബിക്കലും അതുപോലെ തന്നെ അവളുടെ അടുത്ത്
കിടക്കലും ഒക്കെ നോമ്പിന്റെ പകൽ സമയത്ത് കറാഹത്താണ്. ഇല്ലാ യകൂന ശൈഖൻ, അവൻ വയസ്സനാണെങ്കിൽ ഒഴികെ, ഔ മാലികൻ ലിർബിഹി, അല്ലെങ്കിൽ അവന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഒഴികെ. വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവന് എനിക്ക് വികാരത്തൊക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് കരുതിയാണ്ട് കടന്നിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞാണ്ട് നിയന്ത്രണം വിടാൻ പാടില്ല. ഓ മാലിക്കുൻ ഇർബല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിരുന്നു വലിയ മാലിക്കുൽ ഇർബ്. അപ്പോ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ എനിക്കത് തസവൂറാക്കാൻ തന്നെ പറ്റണില്ല. അങ്ങനെയുള്ളവരുണ്ടാവും ചിലപ്പോ. വലിയ തഖ്വയുള്ള ആളുകൾക്കൊക്കെ അതിന് സാധിച്ചു എന്ന് വരും. അല്ലാത്തവർക്കൊക്കെ ആരോഗ്യമുള്ള ഒരു പുരുഷന് തന്റെ ഭാര്യയുടെ അടുക്കൽ ഒറ്റയ്ക്കിങ്ങനെ കിടന്നാല് വൈകാരികമായി ഒന്നും തോന്നൂലേ എന്ന് അവനാൻ തീരുമാനിക്കേണ്ടതാണ്. അത് വേറൊരാൾക്ക് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വൈകാരികമായി അവന് വല്ല ഉത്തേജനം ഉണ്ടാകുമോ, വല്ല തോന്നലും വരുമോ, നല്ലൊരു കറാഹത്താണ്. അതുപോലെ പറ്റ പ്രായമായ ആൾക്കാരാണ്, ഉമ്മാമി ഇപ്പാപ്പിയൊക്കെയാണ്, ഓർക്ക് അങ്ങനത്തെ ഉള്ള ചിന്താഗതിയൊന്നുമില്ല. നമ്മളെ നാട്ടിലെ അമ്മാമാന്റെ ഇപ്പാപ്പാന്റെയും കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കറാഹത്തില്ല. ഫലാ ബഅസ ബിത്തഖ്ബീലി, അങ്ങനെ വരുമ്പോ ചുംബിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വതർക്കുഹു ഔല, എന്നാലും അത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമമായത്. വഇദാ കാന യഖാഫു മിന തഖ്ബീലി അൻ യുൻസില, ചുംബിച്ചാൽ സ്കരിക്കോ എന്നുള്ളൊരു പേടി അവനുണ്ടായിരുന്നു. ഫഖബ്ബല, അങ്ങനെ അവൻ ചുംബിച്ചു. വസബഖൽ മനിയു, ഇന്ദ്രിയം സ്കലിക്കുകയും ചെയ്തു. നാഫ്തറ, അവൻ നോമ്പ് മുറിച്ചു. ലിതഖ്സീരിഹി, അവിടെ അവൻ വീഴ്ച വരുത്തിയ കാരണത്താൽ. അപ്പോ അവന് പേടിണ്ടായിരുന്നു, ചുംബിച്ചാല് ഇൻസാലാകുമോ എന്നുള്ള ഒരു പേടി അവനുണ്ടായിരുന്നു. അങ്ങനെ പേടിയുള്ളതോടുകൂടി അവനാണ് ചുംബിച്ചു. ചുംബിച്ചപ്പോൾ ശുക്ലം സ്ഖലിക്കുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. കാരണം അവൻ അവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇംസാഖു അനിൽ ജിമായി വൽ ഇസ്തിംനാഇ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അസ്സാദിസു, ആറാമത്തത്. 6 കാര്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നതെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആറാമത്തത് അൽ ഇംസാഖു അൻ ഇഖ്റാജിൽ ഖൈഇ, ഛർദിൽ പുറപ്പെടുവിക്കുന്നതിനെ തൊട്ട് നിയന്ത്രിക്കലാണ്. ഇഖ്റാജുൽ ഖൈ, അവന്റെ ഉള്ളിലുള്ള ആമാശയത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരുത്തുക, അതിനാണ് ഇസ്തിഖാഅത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇഖ്റാജുൽ ഖൈ എന്ന് പറയാം. ഫൽ ഇസ്തിഖാഉ, അപ്പോൾ ഛർദിപ്പിക്കുക എന്നുള്ളത് വേറൊരാളെ ഛർദിപ്പിക്കുക എന്നുള്ളതല്ല, സ്വയം ഛർദിപ്പിക്കുക, ഛർദിലിനെ തേടുക എന്നുവെച്ചാൽ ഛർദിപ്പിക്കുക. എന്തെങ്കിലും ഛർദിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് വരുന്നുണ്ട്. അവന്റെ ഭാഗത്തുനിന്ന് എന്തോ ഒന്നുകിൽ ബ്രഷ് കൊണ്ട് പിന്നെ അണ്ണാക്കില് കുത്തുകയെ അല്ലെങ്കിൽ വിരലിട്ട് ഛർദിക്കേ
അല്ലെങ്കിൽ ചില ആൾക്കാരിങ്ങനെ നാവ് വിരലുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കും, കളകളകളാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഛർദിക്ക് ഒക്കെ ചെയ്യുന്നതിന് ഇസ്തിഖാഅത്ത് എന്ന് പറയും. അങ്ങനെ ചെയ്യൽ ലം യുഫ്സിദു സൗമഹു. ഒരാൾക്ക് ഛർദി അനിയന്ത്രിതമായി വന്നാൽ അതവന്റെ നോമ്പിനെ ഫസാദാക്കില്ല. അവന്റെ കാരണത്താലല്ല, ഛർദി നിയന്ത്രിക്കാൻ പറ്റിയില്ല. വഇൻ വറഅഹു അൽ ഖൈഉ, ഛർദിൽ അനിയന്ത്രിതമായി വന്നാൽ ലം യുഫ്സിദു സൗമഹു, അതവന്റെ നോമ്പിനെ ഫസാദാക്കില്ല. അപ്പോ ഉള്ളിലുള്ള വസ്തുവിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്തിഖാഅത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വയബ്തറാ നുഖാമത്തൻ മിൻ ഹൽഖിഹി, ഒരാൾ അവന്റെ തൊണ്ടയിൽ നിന്ന് കഫം വിഴുങ്ങി, ഔ സ്വദരിഹി, അല്ലെങ്കിൽ അവന്റെ നെഞ്ചിൽ നിന്ന്, എന്നാലും യുഫ്സിദു സൗമഹു, അതവന്റെ നോമ്പിനെ ഫസാദാക്കില്ല. റുഖ്സത്തൻ ലി ഉമൂമിൽ ബൽവാബിഹി, അത് സാധാരണഗതിയിൽ വ്യാപകമായുണ്ടാകുന്ന ഒരു പ്രയാസം എന്നുള്ള നിലക്കാണ് അതിനൊരു ഇളവ് നൽകപ്പെട്ടത്. ഇല്ല അൻ യബ്തലിയഹു ബഅദ വുസൂലിഹി ഇലാ ഫീഹി, പകല് സമയം സ്വപ്നസ്ഖലനം ഉണ്ടായാലും നോമ്പ് ബാത്തിലാകുമെന്ന് അതിന്റെ ഇടയ്ക്കൊരാൾ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടാവൂല, ബാത്തിലാവൂല. പകൽ സമയം സ്വപ്നസ്ഖലനം ഉണ്ടായാലും ബാത്തിലാകില്ല. ബാത്തിലാകുന്ന കാരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഒന്നുകിൽ ജിമാ കൊണ്ട്, അല്ലെങ്കിൽ ഇസ്തിംനാ കൊണ്ട്. ഇതൊക്കെ അവന്റെ പ്രവർത്തനത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്വപ്നത്തിൽ സ്ഖലിക്കുക എന്നുള്ളത് അവന്റെ പ്രവർത്തനത്താലോ അവൻ ഏതെങ്കിലും തരത്തിൽ കാരണമായതിനാലോ അല്ല. അതുകൊണ്ട് അതിന് വിരോധമില്ല. ഒന്നിലധികം ആൾക്കാരത് ചോദിച്ചിട്ടുണ്ട്, പകല് സ്ഖലനം ഉണ്ടായാലോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇല്ലാ യബ്തലിഹു ബഅദ വുസൂലിഹി ഇലാ ഫീഹി, വായയിലേക്ക് ഇങ്ങോട്ട് വന്നു കഫം വായയിലേക്ക് വന്നതിന് ശേഷമാണ് വിഴുങ്ങിയത്. എന്നാ ഫഇന്നഹു യുഫ്തിറു ഇൻദ ദാലിക, അങ്ങനെ ആകുമ്പോ അത് നോമ്പ് മുറിക്കുന്നതാണ്. കാരണം അതിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം വായയുടെ ഈ പുറത്തു കാണുന്ന, വായ പൊളിച്ചാൽ ഇങ്ങോട്ട് കാണുന്ന ആ ഭാഗം, അതൊക്കെ പുറത്ത് എന്നതിലാണ് പരിഗണിക്കപ്പെടുക. കാരണം അവിടെ നമ്മൾ വായ വെള്ളം കൊപ്പിളിക്കുന്ന സമയത്ത് അവിടെയൊക്കെ വെള്ളം എത്തുമല്ലോ, അതുകൊണ്ട് നോമ്പ് മുറിയണില്ലല്ലോ. അങ്ങനെ ആ നോമ്പ് വായയുടെ ഉള്ളിൽ എവിടെയൊക്കെ വെള്ളമോ മറ്റോ ഉണ്ടായാൽ നോമ്പ് മുറിയില്ല. അവിടേക്ക് വസ്തു അഥവാ കഫം ഇങ്ങോട്ട് പുറത്തു വന്നു വായയുടെ ഉള്ളിലേക്ക്, എന്നിട്ട് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്നതാണ്. അപ്പോ സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. വായിച്ച ആ ബാബ് 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേസ്റ്റിന്റെ രുചി ഇറങ്ങിയാൽ നോമ്പ് മുറിയോന്ന്. പേസ്റ്റിന്റെ രുചി ഇറങ്ങിയാൽ, രുചി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗ്യാസാണ്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കാരണം അതിന് തടിയില്ല, എന്നാൽ അതിന്റെ അംശം തടി ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുന്നതാണ്. പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചപ്പോ ആ പേസ്റ്റിന്റെ ഗ്യാസല്ല, ആ പേസ്റ്റിന്റെ ഒരു അംശം ഇറങ്ങിപ്പോയി കുറച്ച്, എന്നാലും നോമ്പ് മുറിയും. അല്ലാതെ അതിന്റെ ഗ്യാസ് കൊണ്ട് നോമ്പ് മുറിയില്ല.
മൂക്കിലും ചെവിയിലും ഒക്കെ വിരലിട്ടാലും നോമ്പ് മുറിയോ? മൂക്കിലും ചെവിയിലും വിരല് സാധാരണഗതിയിൽ അവിടുന്നാണ്ട് ഇട്ടാലും മുറിയില്ല. ഈ പുറത്ത് കാണുന്ന ഭാഗത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും മുറിയും. അപ്പോ തൽക്കാലം ഞാൻ വിരമിക്കാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ അറിയണതാണെങ്കിൽ അതിനിപ്പോ മറുപടി പറയാം, അല്ലെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നോക്കിയതിന് ശേഷം പറയുന്നതായിരിക്കും. എന്ത് ചോദിച്ചാലും മറുപടി പറയാ എന്നൊന്നും ഞാൻ പറയണില്ല. ചോദിക്കാൻ എന്തും ചോദിക്കാം. കിട്ടുന്നതാണെങ്കിൽ ഇപ്പൊ പറയും, ഇല്ലെങ്കിൽ നോക്കിയിട്ട് പറയും. ഏതായാലും തൽക്കാലം വിരമിക്കുന്നു. ഇതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ദിവസം നമുക്കതിനെക്കുറിച്ച് അതും കൂടെ വായിക്കാം. ഇനി നോമ്പിന്റെ മുമ്പ് ഒരാഴ്ചയും കൂടെ ഉണ്ട് എന്ന് തോന്നുന്നു. കഫം പോരാൻ വേണ്ടി നാക്കിൽ ബ്രഷ് ചെയ്താൽ നോമ്പ് മുറിയോന്ന്. കഫം ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ നോമ്പ് മുറിയും. അത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹ എന്ന് പറയുന്ന പുള്ളിയില്ലാത്ത ഹ ഉച്ചരിക്കുന്ന ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു വായയിലേക്ക്. അതുകൊണ്ട് അത് തുപ്പിക്കളയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞല്ലോ. ആൾക്കാർക്കൊക്കെ വല്ലാതെ സ്ഖലനം ഉണ്ടാകലുണ്ട് തോന്നുന്നു. കിടന്നുറങ്ങിയിട്ടാണത് വല്ലാതെ. നോമ്പുകാലത്ത് വല്ലാതെ ഉറങ്ങിയിട്ടാണ് ഈ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നത്. ഉറങ്ങല് നോമ്പുകാരന് വല്ലാതെ ഉറങ്ങല് കറാഹത്ത. ഏതായിരുന്നാലും കൊണ്ട് നോമ്പ് മുറിയില്ല. ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഫാറത്തിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് പറയാം. ഈ നോമ്പിന്റെ ഈ ക്ലാസ്സൊക്കെ എല്ലാവരും കേൾക്കുക. ഇതെന്നല്ല, ഇനി വേറെയും ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊക്കെ കേൾക്കുക. ഒരു കാര്യം വരുമ്പോ അതിനെക്കുറിച്ച് പഠിക്കല് നിർബന്ധമാണ്. അതുകൊണ്ട് ഇപ്പൊ നോമ്പിനെ കുറിച്ച് പഠിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഈ നോമ്പ് സംബന്ധമായ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ക്ലാസും കൂടെ ഈ അസ്റാറുസ് സൗമിൽ നമുക്ക് പറയാനുണ്ട്. അവിടെയാണ് കഫാറത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗവും കൂടെ ഉണ്ടായ ആളുകളൊക്കെ ഏതായാലും കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വല്ലവർക്കും സാധിച്ചിട്ടില്ലെങ്കിൽ നിവൃത്തിയൊന്നുമില്ല, ആരും നിർബന്ധിക്കാനൊന്നും പറ്റൂല. ഏതായിരുന്നാലും ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ നോമ്പ് വരുമ്പോൾ നമുക്ക് കുറച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ പോലും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കഴിയുന്നത്ര ഉസ്താദുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യണം നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് എന്ന് പറയാണ്. കഫാറത്തുണ്ട് എന്നറിയാതെ ഇസ്തിംന കൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാൽ എന്ത് ചെയ്യണം? ബാത്തിലാക്കിയാൽ തൗബ ചെയ്യണം, ഖലാവും വീട്ടണം. അല്ലാണ്ട മനഃപൂർവ്വമാണ് ഇസ്തിംന ചെയ്തത്, തെറ്റാണെന്ന് അറിയാതെയാണ്, ഹറാമാണ് എന്നറിയാതെയാണെങ്കിൽ കുറ്റം ഉണ്ടാവില്ല, പക്ഷെ ഖലാവ് വീട്ടണം. ഇസ്തിംന ചെയ്താൽ അതിന് കഫാറത്തൊന്നുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എങ്കിൽ അവൻ തൗബ ചെയ്യണം. നോമ്പ് റമളാനിന് ശേഷം ഖലാവ് വീട്ടും വേണം. ഏതായാലും സമയം അധികരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. വല്ല തെറ്റുകളോ മറ്റോ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല എനിക്ക് പുറത്തു തരട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബാണ്
ഞാൻ വായിക്കുന്നത്. സത്യത്തിൽ അത് വായിക്കാനുള്ള അർഹതയൊന്നും ഉണ്ടായിട്ടല്ല, ഏതെങ്കിലും നിലക്ക് ഞാൻ നന്നായാലോ എന്ന് കരുതിയിട്ടാണ്. കൂട്ടത്തിൽ നിങ്ങളെ കേൾപ്പിക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അസ്റാർ നന്നാക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽ സരീറതന ഖൈറൻ മിൻ അലാനിയത്തിന എന്ന് മഹാന്മാരൊക്കെ ദ്വേർക്കലുണ്ടായിരുന്നു. അല്ലാഹുമ്മ ജഅൽ സരീറതന ഖൈറൻ മിൻ അലാനിയത്തിന. അല്ലാഹുവേ, ഞങ്ങളുടെ രഹസ്യം, ഞങ്ങളുടെ പ്രകടനതയേക്കാൾ നീ, പരസ്യമായ കാര്യങ്ങളെക്കാൾ നീ ഞങ്ങളുടെ രഹസ്യമായ ജീവിതം നന്നാക്കി തരണേന്നാണ്. നമ്മൾ അസ്റാറു സൗമാണ് പറയണത്, നോമ്പിന്റെ സിറുകൾ. അതൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ നന്നാകണം, ആന്തരികമായി കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും നല്ല സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ടുമൊക്കെ, പ്രത്യേകിച്ച് വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇവിടെ നമ്മൾ പങ്കെടുത്ത എല്ലാവർക്കും, റേഡിയോ വഴി കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉപകാരം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആനി വസായിരിൽ ഖൈറാത്തി അലാ വജ്ഹി യുർളീക അന്നാ യാ ദൽ ജലാലി വൽ ഇക്റാം. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر وارحم والدينا كما ربونا صغارا توفنا مسلمين والحقنا بالصالحين آمين برحمتك يا ارحم الراحمين. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പല കാര്യങ്ങൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീക്കി റാഹത്തും സന്തോഷവും സലാമത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി കുവൈത്തിൽ നിന്നും അസ്റാറുസ് സിയാം എന്ന വിഷയത്തിലുള്ള ക്ലാസ്സാണ്, ആദർശ ക്ലാസ്സാണ് എടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ചയും ഇതേ സമയം, സൗദി സമയം 9 മണിക്ക് ശേഷം ഉസ്താദിന്റെ ബാക്കിയുള്ള ക്ലാസ് വിഷയങ്ങളുണ്ടാവും. അപ്പൊ ജാഫർ വില്ലൻ സാഹിബിന്റെ ആ സംശയമൊക്കെ അപ്പൊ തീർക്കാം. ഉസ്താദിന്റെ 60 നോമ്പ് നോക്കലൊക്കെ. അപ്പൊ ആരും മിസ് ചെയ്യരുത്. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഉസ്താദിന്റെ ക്ലാസ്സിന് നേതൃത്വം നൽകിയ ഉസ്താദിന് പ്രത്യേകം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി 9 മണിക്ക്, സൗദി സമയം 9 മണിക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ദാരിമി ഉസ്താദിന്റെ തറാവീഹ് എന്ന വിഷയത്തിലുള്ള ക്ലാസ്സാണ്. ആർക്കും സംശയം ചോദിക്കുക. 8, 11, 9, 12 എങ്ങനെ ചുരുക്കി കട്ട് നിസ്കരിക്കുന്ന എല്ലാ വഹാബി പ്രസ്ഥാനക്കാർക്കൊക്കെ ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കാനുള്ള അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അതുപോലെ നാളെ വൈകുന്നേരം ഇൻഷാ അല്ലാഹ് കാസർഗോഡ് പൊത്താങ്കണ്ടത്തുനിന്നും ഇന്ത്യൻ സമയം 7 മണിക്ക് സലീം നദിവി SSF മുൻ സെക്രട്ടറി, അതുപോലെ മുഹമ്മദ് രാമന്തലി സാഹിബ് പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. RCK പോയാ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഓണപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് SK-ക്കാർ പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തലുണ്ട്. സാധാരണ ഈ വിഘടിതർ മുടിക്കാര്. ഇൻഷാ അല്ലാഹ് അതിനെതിരെ പോസ്റ്റർ ഇറക്കുകയും അത് പോസ്റ്ററിൽ കുടുങ്ങുകയും ചെയ്ത വ്യക്തിയുമായിട്ട് നടത്തിയ ടെലിഫോൺ സംഭാഷണം ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾപ്പിക്കാനുണ്ട്.
അല്പസമയത്തിനകം ഉണ്ടാവും. RCKP എവിടെ? RCKP ഓൺലൈനിൽ പുറത്തു പോയല്ലോ, അല്ല പ്രൈവറ്റ് റൂം പോയാ? അതുപോലെ ഇന്ന് നടന്ന പരിപാടി എല്ലാവരും അത് റിപ്ലൈ ഉണ്ടാവും നാളെ പകല്, അത് കേൾക്കണം. അവിടെ ഉണ്ടാ? നിങ്ങൾ ലെഫ്റ്റ് അടിച്ചിട്ട് ക്ലാസ് റൂമിൽ പോകുന്നുണ്ട്. ഇനി ഫേക്ക് RCKP അറിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച 16-ാം തീയതി കുണ്ടോട്ടിയിൽ വീണ്ടും ആലുവ കളരിക്കൽ യൂസഫിന്റെ തട്ടിപ്പുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി ആൻഡ് അബൂബക്കർ ഹുദവി മുണ്ടംപറമ്പ്. നല്ലൊരു പരിപാടി വൈകുന്നേരം 5 മണി മുതൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് ഉണ്ടാവും. സുൽത്താന്റെ അടപ്പ് അതോടുകൂടി ആ കളരിക്കൽ യൂസഫിന്റെ ഇൻഷാ അല്ലാഹ് ചെവിക്ക് കുന്നിക്ക് പിടിച്ചറിയില്ലേ, അങ്ങനെ കുണ്ടോട്ടെങ്ങാടി കൊണ്ടുവരും. ആൾക്കാരെ മുന്നിൽ കിടന്നിട്ടാണ് കിതാബ് വായിപ്പിക്കാനുള്ള പരിപാടി ഇൻഷാ അല്ലാഹ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആലുവക്കാര് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പറയാ, അയാളെ കുന്നിക്ക് പിടിച്ച ആ ചെവിടിന്റെ അങ്ങനെ ആ മേലഭാഗത്ത് തിരിച്ചു പിടിച്ചെന്നിട്ടാണ് കൊണ്ടുവരിക. അതാണ് പരിപാടി. ഇൻഷാ അല്ലാഹ് അതിനുള്ള തയ്യാറായിട്ടുണ്ട്. എന്നിട്ടാണ് മുന്നിലിരുത്താൻ വായിപ്പിച്ചും അതോട് ആ ചെവിക്കുറ്റിയ എന്താ ചെയ്യാൻ പറയാം. അത് പല രാജ്യക്കാരോടുണ്ട്. ഞങ്ങൾക്ക് അവനാന്റെ ഭാഷയിൽ തർജ്ജമ ചെയ്യാം. അപ്പോ അതാണ് പരിപാടി ഇൻഷാ അല്ലാഹ്. ഞാൻ കൊണ്ട് മൂപ്പരത്ത് അല്ല വല്ലോന്നുള്ള എന്നിട്ടാണ് വായിപ്പിച്ചും. പണ്ടൊക്കെ മദ്രസയിൽ കണ്ട നമ്മൾ എഴുതി കൊണ്ടുവരാൻ മറന്നാണ്ടല്ലോ ആ പരിപാടി. അതാണ് പരിപാടി ഇൻഷാ അല്ലാഹ്. സമദ് ഫൈൽ ഞാൻ പരിപാടി പറയാൻ മറന്നു, ഓർമ്മ ബന്ധപ്പോക്ക് സമദ് ഫൈൽ റേഡിയോക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സമദ് ഫൈൽ ഇന്ന് മുതൽ ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമദ് ഫൈൽ മൈക്ക് എടുത്തിട്ട് ശേഷം RCKP വരണം. ക്ലിപ്പ് ഉടൻ പ്ലേ ചെയ്യും, കാരണം അധികം സമയം ഇല്ല. 10:55 ആയിട്ടുണ്ട്. 11 മണിക്ക് നമ്മൾ പ്ലേ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് സമദ് ഫൈൽ സംസാരിക്കും. ഇനി ആർക്കും മരുന്ന് മുട്ടുവേദനയൊക്കെ ഉള്ളവരൊക്കെ ഇപ്പൊ തന്നെ മരുന്ന് കണ്ടെച്ചോളി. ക്ലിപ്പൊക്കെ ഇടും. ആദ്യം സമദ് ഫൈൽ സംസാരം ഇൻഷാ അല്ലാഹ്, ശേഷം RCKP ഒന്ന് സംസാരിച്ച് ക്ലിപ്പിടും. ഉസ്താദ് മൈക്കിലേരി കുറെ കാലത്തിന് ശേഷം തിരിച്ചു കിട്ടിയതാണ്. നിങ്ങൾ UAE നിങ്ങട്ട് സൗദിക്ക് പോരുന്നേ, അവിടെ വന്നിട്ടല്ലേ 11:55 ആയിക്കണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൗണ്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? അതാണ് ആദ്യം ചോദിക്കാനുള്ളത്. സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? നഹ്നു ഖാസിറൂൻ മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഫ മറ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബഹുമാനമുള്ള SKICRലെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, റേഡിയോയിലൂടെ ശ്രവിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും നിങ്ങളോടൊന്നിച്ച് ചേരാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫ മറ. ചില സാങ്കേതികമായ ടെക്നിക്കൽ പ്രോബ്ലം എന്നൊക്കെ പറയാലോ, ആ ടെക്നിക്കൽ പ്രോബ്ലം കാരണമായിട്ടാണ് ഒരു 2-3 ആഴ്ചയോളായി അല്ലേ ഒരു വിടവ് ഉണ്ടായത്. ഏതായാലും അൽഹംദുലില്ലാ അതെല്ലാം ഇന്ന് പരിഹരിക്കപ്പെട്ടു. വീണ്ടും പഴയതുപോലെ സജീവമാകാനുള്ള സംവിധാനങ്ങളെത്തി. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട RCKPന്റെ നേതൃത്വത്തിൽ ക്ലിപ്പ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പിനെ ഞാൻ വഴിമാറിക്കൊടുക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കാമല്ലോ.
ഇവിടെ 12 മണിയായി. 12 മണിയായാൽ പിന്നെ വല്ല ഉറങ്ങാനുള്ള ഏർപ്പാട് നമ്മൾ നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി നേരത്തെ തന്നെ വരാൻ ഒരു 10 മണിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ സൗദി ടൈം 9 മണി തന്നെ വരാനുള്ള ശ്രമമൊക്കെ നോക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറിന്റെ ഭാഗം കൂടുതൽ ചെയ്യുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. RCK റെഡിയായോ? റെഡിയായോ? RCK റെഡി ആയാൽ റൈസ് ഹാൻഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ മൈക്ക് ഒഴിവാക്കും. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി ഉസ്താദിന്റെ സുന്ദരമായൊരു ക്ലാസ് അല്ലേ, അസ്റാറുസ് സൗം, നോമ്പിനെ സംബന്ധിച്ചുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു ക്ലാസ്. വളരെ നന്നായി ആ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. നോമ്പ് എന്ന് പറയുന്നത് ആ ഒരു ആയത്തെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അഭിസംബോധന ചെയ്ത് അവസാനം അതിന്റെ ഭൗതിക റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ആ ആയത്ത് അല്ലാഹു തആല നിർത്തുന്നത്. അതൊക്കെ വലിയ വലിയ മഹാന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നെ പോലത്തെ മുറി വൈദ്യന്മാരൊന്നും ചർച്ച ചെയ്യേണ്ടതല്ല. ഏതായാലും ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും നല്ല രസകരമായിട്ടുള്ള പഠനാർഹമായിട്ടുള്ള വലൈക്കും സലാം പഠനാർഹമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇനി ബഹുമാനപ്പെട്ട RCKP എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അദ്ദേഹം ചർച്ച നയിച്ചുകൊണ്ട് മുന്നോട്ട് വരും. എല്ലാവരും അതാണ് പ്രതീക്ഷിക്കുന്നത് എന്നെനിക്കറിയാം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.